ഇന്ന് ജിൻഡോ കാക്കാൻ അവിടെ ഞാൻ പോയി പെട്ടി എടുത്തു. എൻ്റെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള പെട്ടിയാണ്. ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്കൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ ഇറങ്ങിയതാണ്. ആ വ്ളോഗ് ഗബ്രി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഇന്നോ നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് തോന്നുന്നു. സോ ഗായ്സ്, എനിക്ക് ആ പെട്ടി ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞു ട്രോളിയാട്ടോ, ഒരു കുട്ടി ട്രോളിയാണ്. അപ്പോൾ ആ ട്രോളി ഞാൻ തുറന്നപ്പോൾ ആ ട്രോളിക്കകത്ത് കുറേ സാധനങ്ങൾ. ഞാൻ വിചാരിച്ചു ഈ സാധനങ്ങളൊന്നും എനിക്ക് കിട്ടില്ല എന്ന് കരുതിയ കുറേ സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ പേര് പുറത്ത് ഭയങ്കര കോൺട്രവേഴ്സി നടന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ കാണാൻ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്. ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാണ്. അയ്യോ, എനിക്കറിയാൻ പാടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ബാഡ്ജൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പവർ ടീമിൻ്റെ. അത് സായി ആയിരുന്നു എനിക്ക് തന്നിരുന്നത്. ഗബ്രിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. സോ ഗായ്സ്, ഞാനിപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ കണ്ട സാധനം എന്താ അറിയോ? ആർക്കും കുപ്പി കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം പക്ഷേ എനിക്ക് കിട്ടി. അയ്യോ, ഞാൻ ഈ കുപ്പിയൊക്കെ വെച്ച് ഞാൻ നടന്ന, എനിക്ക് ആ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ള ആശ്വാസം. ഞാൻ ഈ കുപ്പിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്നതൊക്കെ എനിക്കും കാണുമ്പോൾ എൻ്റെ പൊന്നടാവേ എന്തൊരു ക്രിഞ്ച എന്ന് തോന്നും. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ള ആശ്വാസം ഒന്നും, ആ ഒരു സാധനം, എനിക്ക് കുപ്പി കാണുമ്പോൾ ഒരു ജീവനുള്ളൊരു വസ്തു കാണുന്ന സന്തോഷമാണ്. എൻ്റെ പൊന്നെ, ആർക്കും കൊടുത്തിട്ടില്ല. എക്സൈറ്റ്മെന്റ് സഹിക്കാൻ കഴിയാതെ ഞാൻ ഗബ്രിയെ വിളിച്ചു. ഗബ്രിയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അവ ഇപ്പം ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഒരുപാട് ലേറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും ചിലപ്പോൾ ഇത് തുറന്നു നോക്കുക. ഒരുപാട് ലേറ്റായിട്ട് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് രാത്രിയായി. ഇപ്പോൾ ഒരു 12:30 1 മണിയായി. അപ്പോൾ പിന്നെ അവന് വീട്ടിൽ പോകണം, അതുകൊണ്ട് അവൻ അങ്ങ് പോയി. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ വയ്യ ഗൈസ്. എനിക്ക് എന്താ എനിക്കറിഞ്ഞൂടാ. ഇപ്പം നിങ്ങൾ വിചാരിക്കും കുപ്പി മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, അടുത്ത സാധനം കാണിച്ചു തരട്ടെ. അയ്യോ, എനിക്ക് വയ്യ. ഇത് ഗബ്രി അവിടെ, കറക്റ്റ് ഗബ്രിയുടെ മണം ഇതാണ്. ശരിക്കും നമ്മൾ പറയത്തില്ലേ, ഗബ്രി പറയും പെർഫ്യൂം നമുക്ക് ഭയങ്കര മെമ്മറീസ് വരും. ചിലപ്പോൾ ചില ആൾക്കാരുടെ മെമ്മറീസ് നമ്മൾ പെട്ടെന്ന് നമ്മളിലേക്ക് അടിക്കുന്നത് പെർഫ്യൂം കാരണമായിരിക്കും. ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്ന ഒരു സാറുണ്ട് കേട്ടോ, എൻ്റെ +1 +2 ഉണ്ടായിരുന്ന ഒരു സാറുണ്ടായിരുന്നു, ഉല്ലാസ് സാർ എന്ന സാറിൻ്റെ പേര്. അപ്പം സാർ അടിക്കുന്ന ഒരു പെർഫ്യൂം ഉണ്ട്. എൻ്റെ പൊന്നി, ഭയങ്കര ഒരു സ്വീറ്റ്, ഒരു അടിപൊളി മണമാണ്. അപ്പം ഞങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്ന പിള്ളേരെല്ലാവരും പറയുമായിരുന്നു, എൻ്റെ പൊന്നി സാർ ഏത് പെർഫ്യൂം അടിക്കുന്നു, ഭയങ്കര മണോ. അത് നമ്മൾ അന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഇവിടെ, എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഫ്രാൻഡാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ ഇടയ്ക്ക് ഞങ്ങൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടൻ ഒരു പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. അതിൻ്റെ മണം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഉല്ലാസാറിൻ്റെ +1 +2 കാലഘട്ടമൊക്കെ എൻ്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ ടപ്പ എന്നിങ്ങനെ മിന്നിമായുക. അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പോയിട്ട്, ചേട്ടാ, അപ്പോൾ ആ ചേട്ടനോട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ബിഗ് ബോസിലായിരിക്കും. അതാ ഞാനിങ്ങനെ വിചാരിച്ചു എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ ചോദിക്കാൻ വന്ന വേറൊന്നുമില്ല, ചേട്ടൻ അടിച്ചിരിക്കുന്ന പെർഫ്യൂം ഏതാ എന്നാ ഞാൻ പോയി ചോദിച്ചേ. അതേപോലെ എനിക്ക് ഗബ്രി എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് YSLൻ്റെ പെർഫ്യൂമാണെന്ന് തോന്നുന്നു കേട്ടോ. YSL അല്ലേ, എനിക്കറിയില്ല. ഈ പെർഫ്യൂമാണ് എൻ്റെ മൈൻഡിലോട്ട് വരുന്ന മണം. കാരണം ആദ്യം തൊട്ട് ഞാൻ ഗബ്രിയെ പരിചയപ്പെടുന്ന സമയത്ത് ഗബ്രി ഈ പെർഫ്യൂം അടിച്ചുകൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. സോ ഈ പെർഫ്യൂം എനിക്ക് ഗബ്രിയുടെ മെമ്മറി ഓരോന്നും, ബിഗ് ബോസിന്റെ ഓരോ ഗബ്രിയുടെ മെമ്മറി ഇങ്ങനെ തലച്ചോറിൽ ഇങ്ങനെ ഇട്ടി തരും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പെർഫ്യൂം ഈ കഴിഞ്ഞെന്ന്. അല്ല, അയ്യോ, അടുത്ത സാധനം കാണണോ? അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ്, അയ്യോ സോറി, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് എൻ്റെ സിജോടെയും കാട്ടുതീ, തുമ്മച്ചീറ്റിയ കാട്ടുതീക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഭാവസംഗീത ശ്രേഷ്ഠ പുരസ്കാരം അല്ലേ? അതെ, അതാണ് കേട്ടോ. ഇതെനിക്കും കിട്ടി, അവനും കിട്ടി. എനിക്ക് അറിഞ്ഞൂടെ എത്ര പേർക്കൊക്കെ ഇത് വന്നെന്നുള്ളത്. പക്ഷേ എനിക്കെല്ലാം വന്നു, എല്ലാം.
ഞാൻ വിചാരിച്ചു എനിക്കൊന്നും കിട്ടിയില്ലല്ലോ ദൈവം, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സാധനം എനിക്ക് വെച്ച് ഞാൻ ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഭയങ്കര സുരക്ഷിതമായി എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം ഒരുമിച്ച് പാക്ക് ചെയ്ത് എൻ്റെ ബാക്കിയെല്ലാം വേറെ പാക്ക് ചെയ്ത് അങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ദിവസം കൊടുത്തയച്ചേ. ഇതിനകത്ത് എൻ്റെ ഗിഫ്റ്റുകൾ മാത്രമില്ല, എൻ്റെ ഗിഫ്റ്റുകൾ മാത്രം എനിക്ക് കിട്ടിയില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ, ഇതെന്താ ഇവരെന്നോട് ഇങ്ങനെ ചെയ്തേ, എൻ്റെ ഗിഫ്റ്റ് മാത്രം എന്താ എനിക്ക് തരാനെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയ്യോ ഇനി പറ്റണില്ല. അയ്യോ ഞാനിപ്പോ അടുത്ത കള്ളി തുറന്ന് ഞാനത് കണ്ട കാഴ്ച നിനക്ക് കാണണോ? അതിനകത്ത് എൻ്റെ മെയിൻ ഗിഫ്റ്റ്. അയ്യോ എനിക്ക് വിഷമോ സങ്കടം സന്തോഷം എനിക്ക് അയ്യോ എൻ്റെ ഗിഫ്റ്റുകളിനകത്ത് എനിക്ക് ആകെ കിട്ടിയെന്ന് പറയുമ്പോൾ KP നമ്പൂതിരിയുടെ മറ്റേ ആ സാധനം, എൻ്റെ കുറച്ച് എന്തോ ട്രോഫി, ഇതൊക്കെ എനിക്ക് കിട്ടിയ മറ്റേ അതും പല്ലിൻ്റെയൊക്കെ ട്രോഫിയാണ് കിട്ടിയത്. അതല്ലാതെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് വന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഏറ്റവും എന്നെ വിഷമിപ്പിച്ച സാധനം ഏതാണെന്ന് അറിയാമോ? അയ്യോ എനിക്ക് പറ്റുന്നില്ല. അയ്യോ എനിക്ക് സന്തോഷം കാരണം കേട്ടോ എനിക്ക് പറ്റാത്ത ഒരു സെക്കൻഡ്. ഓക്കെ, അതിൽ ഏറ്റവും എന്നെ വിഷമിപ്പിച്ച സാധനം എന്താണെന്നറിയാമോ? നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലേക്ക് ഫസ്റ്റ് ഒരു ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നായിരുന്നു. അതിൽ നമ്മുടെ അത്രയും പേരുടെ ഫോട്ടോയ്ക്കകത്ത് ലാലേട്ടൻ സൈൻ ചെയ്ത് വിത്ത് ലവ് മോഹൻലാൽ, ജാസ്മിൻ വിത്ത് ലവ് മോഹൻലാൽ എന്നും പറഞ്ഞ് സൈൻ ചെയ്ത് തന്നൊരു ഫോട്ടോ ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും. ആ പസിൽ സോൾവ് ചെയ്ത ആ ഫോട്ടോ കേട്ടോ, അതെനിക്ക് വന്നില്ല. ഞാനപ്പോൾ വീട്ടിൽ ഞങ്ങളെല്ലാം ഇതിരുന്ന് ഞങ്ങൾ കൊണ്ടുവന്ന അന്ന് തന്നെ നമ്മളെല്ലായിരുന്നു ഇങ്ങനെ തുറന്ന് നോക്കുക. അപ്പം ഞാൻ ഇത് കണ്ടില്ല, ഇത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ എന്ന് പറയുകയും ചെയ്ത് അയ്യോ എനിക്ക് ലാലേട്ടൻ തന്ന സാധനമില്ല. അത് അവിടെ നിന്ന് കിട്ടിയപ്പോഴും ഞാൻ പറഞ്ഞ സാധനം, ഇത് ഞാൻ ഫ്രെയിം ചെയ്തിൻ്റെ എൻ്റെ ഹാള് ഞാൻ തൂക്കും, ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒരുപക്ഷെ ഇനിയിപ്പം കുറേ ഇഷ്യൂസൊക്കെ പുറത്തിങ്ങനെ കുറേ നടന്നതുകൊണ്ട്, എന്താ പറയുക, ഈ കുപ്പിയുടെയൊക്കെ വിഷയം നടന്നതുകൊണ്ട് ഒരുപക്ഷെ ഇവർ തെരുവിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അല്ല, ഇത് ഈ ട്രോളി ജിൻഡോക്കാക്കരെ കയ്യിലായിരുന്നതുകൊണ്ട് എനിക്കിത് കിട്ടാതായി പോയതാ. അയ്യോ നിങ്ങൾക്കത് കാണണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കാണിച്ചു തരാം. ആണ് എൻ്റെ ട്രോളി കേട്ടോ, വളരെ കുഞ്ഞൊരു ട്രോളിയാണ്, വളരെ കുഞ്ഞൊരു ട്രോളിയാണ്. നമ്മുടെ കുപ്പി, നമ്മുടെ പുരസ്കാരം, ഇത് നമ്മുടെ എവിക്ഷൻ എപ്പിസോഡിൽ നമ്മൾ ഈ ഗ്രീൻ ഫ്ലാഗ് റെഡ് ഫ്ലാഗ് എന്നുള്ളൊരു സാധനം കിട്ടിയതാണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഒരു പൂ തന്നിട്ട് ആ പൂവിൻ്റെ ഇത് നോക്കിയിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഈ വയലറ്റ് പൂ ഞാൻ എടുത്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു വയലറ്റ് പൂ ശരിക്കും വയലറ്റ് കളർ കുറച്ച് ഡേഞ്ചറാണ് ജാസ്മിന്. അപ്പം ഞാൻ ലാലേട്ടനോട് ആ ഒരു ഫ്ലോയ്ക്ക് വെച്ച് അതെന്താ ലാലേട്ട അങ്ങനെ ഒരു ടോക്ക്, അതൊക്കെ ഇവിടെ പുറത്ത് ഭയങ്കര ഒരു സംസാരമായെന്നാണ് ഞാൻ കേട്ടത്. സോ ആ പൂവ് എല്ലാം എനിക്ക് കിട്ടി, എല്ലാം ഒക്കെ വന്നത്. സോ നമ്മുടെ സാധനം എന്തേ ഇതെൻ്റെ ഉമ്മയുടെ അത്താടെയും പൊന്നുവിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നേ. അയ്യോ കാണിക്കത്തില്ല. ഇത് ലാലേട്ടൻ ബർത്ത്ഡേക്ക് എല്ലാവർക്കും സൈൻ ചെയ്ത് കൊടുത്താണ്. എല്ലാവർക്കും ഈ സെയിം പാറ്റേൺ അച്ചടിച്ചിറക്കുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതിനകത്ത് എല്ലാവർക്കും ഇതുപോലെ അങ്ങനെ ഓരോരുത്തർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഫോട്ടോ കിട്ടി. പക്ഷേ എനിക്ക് മാത്രം കിട്ടിയ സാധനമാണ് മക്കളെ ജാസ്മിൻ വിത്ത് ലവ് മോഹൻലാൽ. എൻ്റെ പൊന്നോ, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുക ചെയ്യുന്നത്. വീക്കെൻഡ് എപ്പിസോഡിലാണ് ഈ സാധനം കിട്ടിയത്. സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇത് എടുത്തോണ്ട് വരാൻ നേരത്തെ ഇതിൻ്റെ മഷി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സാധനം എല്ലാവർക്കും വിഷമമായതെന്ന് അറിയാമോ? ഫസ്റ്റോ സെക്കൻഡോ ബോണസ് പോയിന്റോ ഒക്കെ കല്ലി. പക്ഷെ ലാലേട്ടൻ എഴുതി സൈൻ ചെയ്തൊരു സാധനം കിട്ടണമെങ്കിൽ മനസ്സിലായോ? ഇതങ്ങനെ എനിക്ക് കിട്ടിയപ്പോ എല്ലാരും പറഞ്ഞു ഇത് ഞങ്ങൾ മിസ് ചെയ്തു. അത് അയ്യോ അങ്ങനെ ലാസ്റ്റ് എന്റെ കൈ വന്ന് മക്കളെ, എന്റെ കൈ വന്ന് അയ്യോ. നമ്മുടെ ഡാസ്ലറിന്റെ കളർ കറക്റ്റർ ഇതേപോലെ ഇങ്ങനെ ഒരിടത്തിരുന്ന നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നും? ഒരു ഫോൺ ഇരിക്കുന്നതായിട്ട് തോന്നും. ഈ പേര് തെറ്റിദ്ധരിച്ച് ആ കട്ടിലിന്റെ മണ്ടിയിൽ ഇരിക്കുന്നത് ഒരു ഫോണല്ലേ എന്നുള്ള കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് പെട്ട് തുറന്നപ്പം ഞാൻ കണ്ട അത്ഭുത കാഴ്ചകൾ. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം. ഗബ്രിയുടെ കുപ്പി, ലാലേട്ടൻ്റെ ഉപ്പ്, ഗബ്രിയുടെ സ്പ്രേ, എൻ്റെയും സിജോയുടെയും മറ്റേയില്ല പുരസ്കാരം.
അയ്യോ എനിക്ക് അറിഞ്ഞൂടാ, എല്ലാം ഒരു കുടക്കീഴിൽ എനിക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നതാണ് എൻ്റെ ഒരു കിൻഡൽ ലിപ്സ്റ്റിക്. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് പോയിട്ട് ഞാൻ എന്തോരം കിടന്ന് ബിഗ് ബോസിലുള്ള ഓരോരുത്തരും മനസ്സിൽ പ്രാഗിടുന്നറിയാമോ. എൻ്റെ മാക്കിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അവിടെ മിസ്സായിപ്പോയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. നല്ല വിലയുള്ള ലിപ്സ്റ്റിക്കാണ് മാക്കിൻ്റെയൊക്കെ ലിപ്സ്റ്റിക്ക്. ഞാൻ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയതുമാണ്. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് എനിക്ക് തിരിച്ചു വന്നു. എൻ്റെ കുറേ എൻ്റെ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക്, എൻ്റെ റെഡ് ലിപ്സ്റ്റിക്ക്, എൻ്റെ ബ്രൗൺ ലിപ്സ്റ്റിക്ക്, എൻ്റെ സെഫോറ, എൻ്റെ ഷുഗർ, അങ്ങനെ കുറേ ലിപ്സ്റ്റിക്ക്, ലോട്ട് ഓഫ് ലിപ്സ്റ്റിക്ക്. ഒന്നാതെ എനിക്കിപ്പോൾ കുറേ ലിപ്സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഈ ലിപ്സ്റ്റിക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക്കുകൾ ഇനിയിപ്പോൾ 100 ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിലും ഞാൻ ഒരു മനുഷ്യർക്കും ഒന്നും കൊടുക്കൂല. കാരണം എനിക്കറിയില്ല, എനിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ പ്രാന്ത. അപ്പം എനിക്ക് എത്ര കിട്ടിയാലും എനിക്ക് മതി വരാത്തൊരു സാധനം, എത്ര ഉണ്ടെങ്കിലും എനിക്ക് പ്രാന്തായിട്ടുള്ളൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ബട്ട് തിരുമ്പി വന്നിട്ടേ എന്നോട് കയ്യിലെ എന്നോട് എല്ലാ ലിപ്സ്റ്റിക്കും തിരുമ്പി വന്നിട്ടേ. കമ്മലും മാലയൊക്കെ കെട്ട് പിണഞ്ഞൊക്കെ കിടക്കും കേട്ടോ. ഇതൊക്കെ എൻ്റെ കുറേ കമ്മലും മാലയും അതും ഇതും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കിട്ടി അങ്ങനെ എനിക്ക് തിരിച്ച്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട്. എന്താണെന്നല്ലേ, നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു പെട്ടി മിസ്സായപ്പോൾ ഈ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഗോൾഡ് കോയിൻ ഈ പെട്ടിക്കകത്തായിരുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ ഗോൾഡ് കോയിൻ വെച്ച് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതും ജിൻഡോ കാക്കയുടെ കയ്യിലായിരുന്നു. അത് പിന്നെ ജിൻഡോ കാക്ക വേറെ ആരുടെയോ കയ്യിൽ കൊടുത്തിട്ട് പുള്ളിക്കാരിയായിരുന്നു സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതും എനിക്ക് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ആ ഗോൾഡ് കോയിനോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ, എങ്ങനെയാ അതോടെ കണ്ടേ. സോ അത് ഞാൻ കാണിച്ചു തരാം. അയ്യോ, സോ ഇതായിരുന്നു കേട്ടോ ഗോൾഡ് കോയിൻ. എല്ലാവർക്കും കിട്ടിയ ഗോൾഡ് കോയിനാണിത്. ഇതൊക്കെ നമുക്ക് എത്ര ദാരിദ്ര്യം വന്നാലും നമ്മളൊന്നും ചെയ്യില്ല. കാരണം നമുക്ക് ലാലേട്ടൻ തന്ന ഒരു പ്രഷ്യസ് ഗിഫ്റ്റാണ്. ഇതൊന്നും നമ്മൾ എന്താ പറയുക, മരണം വരെ നമ്മുടെ കൂടെ അയ്യോ ഇത് പൊന്നെപ്പോലെ കാക്കണമെന്നുള്ളൊരു ഈ ഇതിൽ നമുക്ക് വരും. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറേ പേര് എന്താ ജാസ്മിൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ് ബിഗ് ബോസിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്നുള്ളൊരു സാധനം ഈ വർഷം എടുക്കരുതെന്നേ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കരുതെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഇത് കിട്ടുമ്പം സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഇതിനെപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റണില്ല. സോ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. എനിക്ക് കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഷോ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കാണോ പ്രിവിലേജ്, എന്നെപ്പറ്റി ഇത്രയും നെഗറ്റീവ് വന്നിട്ട് ഈ ചാനലിൽ എനിക്ക് പ്രിവിലേജ്ഡ് ആണെന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ പറ്റുന്നത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ പ്രിവിലേജ്ഡ് ആണ്. എനിക്ക് വേണ്ടിയിട്ട് അവരിത് ഇത് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ എനിക്ക് ചാനലിനോട് തീരാത്ത നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് ആൻഡ് ഇതൊക്കെ തിരിച്ചെനിക്ക് തന്ന ക്രൂ മെമ്പേഴ്സ്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ മക്കളെ ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ഡേ അല്ല, ഏതോ ഒരു എപ്പിസോഡിൽ നമ്മുടെ സുരേഷ് അക്ക മറ്റേ മുഖം നോക്കി ലക്ഷണം പറയും എന്നുള്ള സാധനത്തിനകത്ത് തന്നതാണ് ജാസ്മിൻ. ഈ ഫോട്ടോയിൽ ഞാൻ നോക്കിയിട്ട് ഞാനിങ്ങനെ പറയുന്നത്, ഈ ചിരിയൊക്കെ എവിടെ പോയി, എന്ത് ഗുണ്ടാപ്രി ആയിരുന്നു ഞാനൊന്ന് കണ്ടോ. ഇതിനകത്ത് പക്ഷെ അത്ര അറിയുന്നില്ല, ഞാൻ നല്ല ഗുണ്ടാപ്രി കൊച്ചായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ കുറേ കമ്മല് അത് ഇത് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടി കേട്ടോ. എൻ്റെ ബോഡി മിസ്റ്റ്, ഇത് എൻ്റെ ബോഡി മിസ്റ്റ് ആയിരുന്നു. നമ്മുടെ വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ബോഡി മിസ്റ്റാണിത്. എന്തായിരുന്നു എൻ്റെ പേര്, അയ്യോ ഞാൻ മറന്നു തന്നെ പോയി. ഇതും ഇതിൻ്റെ ബോഡി ലോഷനും ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗബ്രിക്ക് ഈ സ്മെല്ല് ഗബ്രി എടുത്ത് ഏത് ബോഡി മിസ്റ്റാണ് നല്ല കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞാൽ അവനും എടുത്തിടയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. സോ അതൊക്കെയാണ് ഗൈസ് എൻ്റെ പെട്ടിക്കകത്തുണ്ടായിരുന്ന എൻ്റെ വജ്രങ്ങൾ. അയ്യോ എനിക്കറിയത്തില്ല, എനിക്ക് ഇപ്പോഴും എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സന്തോഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ ഗബ്രിയെ കാണിച്ചുള്ളൂ. ഇത് തുറന്ന് ഞാൻ ലാലേട്ടൻ്റെ മറ്റേ ഒപ്പിട്ട ആ ഫ്രെയിമൊക്കെ ഒന്നും ഉണ്ടായിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വിളിച്ച് അവരൊന്ന് കാണിക്കട്ടെ. സോ ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ ഭയങ്കര ലോ ആയിരുന്നു. എനിക്ക് എനർജി എന്ന് പറയുന്ന സാധനമില്ല. അത്ര ലോ ആയിട്ടാണ് ഞാൻ ഫ്ലാറ്റിലോട്ട് കയറുന്നത്. കാരണം രാവിലെ ഇറങ്ങിയതാ, അലച്ചിലോട് കുറേ പരിപാടി കഴിഞ്ഞിട്ട് സിനിമയും കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. ഭയങ്കര ലോ ആയിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ എനർജി ചുമ്മാ നിന്നു വാങ്ങുക, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ.